കൈകൾ സ്വസ്തിക പോലെ വെച്ച് നെഞ്ച് പൂട്ടി മുഴുവൻ ശരീരവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ വാദരോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ, സൗഖ്യപ്പെടുത്തണമേ. അസ്ഥി രോഗങ്ങള്, അസ്ഥി ഉരുക്കമുള്ളവര്, വെള്ളപ്പോക്കിന്റെ അസുഖമുള്ളവര്, അസ്ഥി ശോഷിക്കുന്നവര്, അസ്ഥി കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര്, അസ്ഥിക്കുള്ളിലെ മജ്ജകള് ശോഷിച്ചു പോകുന്നവര്, എല്ലാവരുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചു തന്ന വചനം അനുസ്മരിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം മക്കളില്ലാത്തവര് വീണ്ടും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അലർജി രോഗികളാണ്. എപ്പിലെപ്സി രോഗികളാണ്, ഓട്ടിസം രോഗികളാണ്, അങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവ് കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. എന്റെ തിരുമുറുവാർന്ന വലതുകരം എല്ലാ രോഗികളുടെ മേലും ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ, പ്രഷർ വല്ലാതെ കയറുന്നവരുണ്ട് കർത്താവേ, ഷുഗർ കൂടുന്നവരുണ്ട് കർത്താവേ, എല്ലാ രോഗികളെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്തം അവലേക്ക് തളിക്കപ്പെടട്ടെ, കർത്താവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ജീവനെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. കൈയടിച്ചുകൊണ്ട് ആരാധനയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. Praise the Lord. Take the word of God. പുറപ്പാട് 2:11-12. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്ന അടിയുണ്ടായി. ഈജിപ്തുകാരൻ ഒരു യഹൂദിനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ടു. അവൻ ചുറ്റും നോക്കി. മോസസിന്റെ രക്തം തിളച്ച് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തോട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണ എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്? മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ ഇവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പോൾ അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗയുടെ ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പം നമ്മുടെ ഈ മനസ്സിലിങ്ങനെ ഇളക്കമില്ലേ എപ്പോഴും? എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കവുമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയണത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്നറിയാവോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ തെറ്റ് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്.
ഇന്ന് ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേറ്റിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം 42. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവം കാരുണ്യമേ നീ വരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവം കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ദൈവരൂ ദിവ്യ കാരുണ്യമേ ദൈവരൂ ദിവ്യ കാരുണ്യമേ. ശ്രമിച്ച് ചെയ്ത് പാടാം. ദൈവരൂ ദിവ്യ കാരുണ്യമേ ദൈവരൂ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 42. സങ്കീർത്തനം 42. ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭീകരമായ ഗർത്തത്തിൽ നിന്നും ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി. എവിടെ കയറ്റിയെന്ന് പറഞ്ഞോളൂ. അടുത്ത വചനം വായിച്ചോളൂ. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ നേരത്തെ കാൽവെപ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു. അതാണ് വിഷയം. അപ്പൊ ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും. ചില സമയത്ത് മോസസിനെ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. സഹോദരന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ്. കണ്ടപ്പോൾ അവന് സങ്കടം വന്ന്. കാര്യം എന്താണ്? വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല. ഇഷ്ടികയുടെ എണ്ണം ഫറവ് കുറക്കണില്ല. അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ ഈജിപ്തുകാരനോട് മോസസിന് വെറുപ്പായി. ഈജിപ്തുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്തുകാരനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൂത്തി കളഞ്ഞത്. പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണ കാണാം. അപ്പോൾ പിന്നെ എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് പറയാ, അന്നെങ്കിൽ ഇവിടെ വന്ന് എടുക്കാൻ പറഞ്ഞു, ഉടമ്പടിയായിട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് ജൂൺ 9 അല്ല ജൂലൈ 9 ഞാനിവിടെ വന്നത്. കഴിഞ്ഞ മാസം ജൂലൈ 9 ഞാനിവിടെ വരുമ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയുടെ എടുക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 6 മണിയാകുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അപ്പോൾ വിചാരിച്ചു ഞാൻ വീട്ടിലെത്തുമ്പോൾ 8 മണിയാകും. ഒരു കുഞ്ഞു കൊച്ചുണ്ട്, വീട്ടിൽ പറഞ്ഞിട്ടുമില്ല ഇത്രയും വൈകുമെന്ന്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച വരാം. അങ്ങനെ ഞാൻ അന്ന് തിരിച്ചു പോയിട്ട് ജൂലൈ 16 ഞാൻ പിന്നെയും വരുക. അന്ന് ഞാൻ രാവിലെ വന്നു, 9 മണിയായപ്പോൾ വന്നു, 10 മണിക്ക് കയറാൻ. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും ടോക്കണൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. 2 മണിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ 2 മണിക്ക് കയറി. വീട്ടിൽ ചെന്നപ്പോൾ ഇതേപോലെ 8 മണിയായി. ഞാൻ പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് എൻ്റെ എന്നോട് ഫസ്റ്റ് പറഞ്ഞ ഫ്രണ്ടിനോട്, എൻ്റെ ഒപ്പം പഠിച്ച് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഇയാൾ എനിക്ക്
ഇവിടുത്തെ വീഡിയോസ്, യൂട്യൂബിലെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു തരാൻ തുടങ്ങി. ഫസ്റ്റൊന്നും ഞാനത് അങ്ങനെ ശ്രദ്ധിച്ച് കണ്ടൊന്നുമില്ല. കുറച്ച് നേരം കാണും, പിന്നെ ഞാൻ അത് വിട്ട് കളയും. ഒരു ദിവസം എന്തോ ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടു, ഒരു 9 മിനിറ്റോ 8 മിനിറ്റോ അത്രേ ഉണ്ടായുള്ളൂ. അത് കണ്ടിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഷെറിൻ, ഞാനൊരു റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും എനിക്ക് ഈ ലിങ്ക് സ്ഥിരമായിട്ട് അയച്ചിട്ടേക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അയാൾ എന്നും എനിക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യും, ഒരേ അച്ഛൻ്റെ ടോക്കും അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ കാണും. ഒരു ദിവസം ഞാനൊരു വീഡിയോ ഫുള്ളിരുന്ന് കണ്ടിട്ട് ഞാൻ അയാളോട്, എൻ്റെ ഈ ഫ്രണ്ട് ഷെറിനോട് പറഞ്ഞു, എന്തൊരു അത്ഭുതമാണല്ലേ മാതാവ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഭയങ്കര ഇതിൽ സംസാരിച്ചിട്ട് അയാൾ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി PG കഴിഞ്ഞതാ, മാസ്റ്റർ കഴിഞ്ഞ ഒരാൾക്ക് വിസ കിട്ടാൻ പാടാ, അതനുസരിച്ചുള്ള കോഴ്സ് എടുക്കണം. ഞാൻ കോഴ്സ് എടുത്തതായിരുന്നു എൻ്റെ മെയിൻ മിസ്റ്റേക്ക്. ഞാൻ ആർക്കും എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു ജനറൽ കോഴ്സ് എടുത്തു. അതിന് ഞാൻ ഓവർ ക്വാളിഫിക്കേഷൻ ആണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേയിരുന്നു വിസ ഓഫീസർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കോഴ്സ് മാറ്റണം, ഞാൻ വേറെ ഏജൻസി പോകുന്നുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ ഇനി വെച്ചാലും റിജക്ഷനേ വരുള്ളൂ, വെക്കണ്ട, പ്രൊഫൈൽ ഒന്നും കൂടി വീക്കാവേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ അവരും മടക്കി വിട്ടു. എന്നിട്ട് ഞാൻ ഈ കാര്യമൊക്കെ ഈ ഷെറിനോട് പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഷെറിൻ എനിക്ക് വചനപ്പെട്ടിയിൽ നിന്ന് 2 വചനം ഇട്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു 10 പ്രാവശ്യം മനസ്സിൽ ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ചൊല്ലി, അതവിടെ ഞാൻ വിട്ടു. അത് ഈ ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് അധികം കാണുന്നുണ്ടായിരുന്നു. ഇവിടെ സാക്ഷ്യം പറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ കുറേ കാണും. എന്താണെന്നറിയില്ല, ഞാൻ പോലും അറിയാണ്ട് അത് കണ്ടു പോകുമായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ 4 റിജക്ഷൻ കിട്ടിയ ഒരു കുട്ടിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ ആ കുട്ടി അതിൽ പറയുന്നുണ്ടായിരുന്നു, 4ാമത്തെ പ്രാവശ്യം റിജക്ഷൻ കിട്ടിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ വിൻ്ററിന് മുന്നേ വന്നോന്നാണ് എഴുതി വെച്ചതെന്ന്. അതനുസരിച്ചാണ് അത് സെപ്റ്റംബർ ഇൻടേക്ക് വെച്ച് അതിന് 5th അറ്റംപ്റ്റിൽ അപ്രൂവലായി. അപ്പോൾ ഞാൻ ഇത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി. ഞാൻ ഷെറിനോട് മെസ്സേജ് അയച്ചു, എനിക്ക് പെട്ടെന്ന് തന്നെ വചനപ്പെട്ടിന്ന് 2 വചനം ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഫസ്റ്റ് അയച്ചു തന്നത്, ഫസ്റ്റ് അയാൾക്ക് കിട്ടിയത് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുതെന്നാണ്. അത് ഞാൻ അങ്ങനെ എടുത്തില്ല. ഇടയ്ക്ക് ഞാൻ തല്ലൊക്കെ പിടിക്കും ഹസ്ബൻഡായിട്ട്, അതാണെന്ന് വിചാരിച്ച് ഞാൻ അത് കളഞ്ഞു. 2ാമത്തത് എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ, അതായിരുന്നു 2ാമത്. അതിലെനിക്ക് ഉടക്കി, എൻ്റെ മനസ്സ് അതിൽ തന്നെയാണ്, അതിൽ നിന്ന് മാറണല്ലോ. ഏത് നേരവും ഇത് തന്നെ എനിക്ക് ചിന്ത. ഞാൻ ഓഫീസിൽ നിന്ന്, എനിക്ക് 1 മണിക്കൂറത്തെ യാത്രയുണ്ട് ഓഫീസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്. ആ ടൈമിൽ ഞാൻ ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു, മാതാവ് എല്ലാവർക്കും ക്ലൂ കാണിച്ചു കൊടുക്കണുണ്ട്. ഇപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നാണ് പറഞ്ഞത്, എനിക്കത് എന്താണെന്ന് അറിയണം. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് രാത്രി പിന്നെ ഞാൻ അത് വിട്ടു. അന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുക. ഞാൻ ഒരു ക്ലോക്കും പിടിച്ച് നിൽക്കണു. ക്ലോക്ക് ചീത്തയാണ്, അത് ഓടാനൊന്നുമില്ല, എന്തോ അതിന് പറ്റിയിട്ടുണ്ട്. ഡയമണ്ടാണ്, ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഡയമണ്ടൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു ക്ലോക്കാണ്. അപ്പം ഞാൻ അച്ഛനും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സ്വന്തം അച്ഛൻ. അച്ഛൻ വയ്യാണ്ട് കിടക്കുവാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇതിനെന്താ പറ്റി ഈ ക്ലോക്കിനെന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയുക, അച്ഛാ ഈ ജന്മത്തിൽ എനിക്ക് പറ്റില്ല, അടുത്ത ജന്മത്തിലാവട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ സ്വപ്നത്തിൽ കിടന്ന് ഉറക്കത്തിൽ ഞാൻ കരയുക, ഞാനും അച്ഛനും കൂടി ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരയുക ഈ സ്വപ്നം കണ്ടിട്ട്. കണ്ണ് തുറക്കുന്നതും ഞാൻ മേളിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപമാണ് ഞാൻ കാണണേ. എനിക്ക് ഫേസ് ക്ലിയർ അല്ല, ഒരു ഷേപ്പ്, മാതാവിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പിൽ അടിഭാഗത്തായിട്ട് ലൈറ്റ് പർപ്പിളും ലൈറ്റ് ബ്ലൂ കളറുമാണ് ഞാൻ കാണുന്നത്. കണ്ണിലേക്ക് അടിക്കുക, 1 സെക്കൻഡിനെ അത് കാണുന്നുള്ളൂ. അപ്പം തന്നെ ഞാൻ കണ്ണടിച്ചിട്ട് പിന്നെ തുറക്കുമ്പോഴും ഇത് തന്നെ കാണുന്നു. ഇരുട്ടത്താണ് ഞാൻ കാണുന്നത്, എനിക്ക് മുഖം വ്യക്തമല്ല, ബ്ലാക്കാണ് മൊത്തം, ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇത് കാണുന്നത്.
അത് കഴിഞ്ഞ് ഞാൻ എണീറ്റിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുക മാതാവേ എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് ഈ കാര്യം ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ എൻ്റെ ആഗ്രഹം ഇതാണ്, അതിപ്പോൾ എനിക്ക് നടന്നില്ലെങ്കിലും പ്രശ്നമില്ല, ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് വെച്ചാൽ ആ ക്ലോക്ക് ചീത്തയിട്ടായിരുന്നു ഇരുന്നേച്ചു. അപ്പോൾ എൻ്റെ സമയം അല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ ഈ കാനഡക്ക് സ്റ്റുഡൻറ്റ് വിസക്ക് വെക്കുന്നത് എനിക്ക് നല്ലതല്ലായിരിക്കും, അതുകൊണ്ടാണ് മാതാവ് റിജക്റ്റ് ചെയ്യണേ, അതുകൊണ്ട് തന്നെയായിരിക്കും സ്വപ്നത്തിലും അങ്ങനെ കണ്ടേന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ഈ സാക്ഷ്യം ഞാൻ കേൾക്കും. അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മറന്നു പോവുക. ആ പറയുന്ന ആൾ ഞാനാണെന്നും അവരുടെ വിഷമം എൻ്റെ ആണെന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അവർക്ക് ഇത് അത്ഭുതം സംഭവിക്കുമ്പോൾ ഞാൻ അതിന് ദൈവത്തിനോട് നന്ദി പറയണം, മാതാവിനോട്. അങ്ങനെയായിരുന്നു ബാക്കി ദിവസങ്ങളിലൊക്കെ. ഞാൻ പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഫോണിൽ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകും ഞാൻ. പക്ഷേ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉറങ്ങാറില്ല. ഞാൻ ഈ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് മൊത്തം ഇരുന്ന്. എനിക്കറിയില്ല ഞാൻ എന്തോരം സാക്ഷിയാണ് കേട്ടേന്ന്. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ദൈവത്തിനോട് കൂടുതലും അടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നത് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് നിയോഗം വെച്ചത്, എനിക്ക് ഈ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവലായി വന്നു. അങ്ങനെ ഞാൻ ജൂലൈ 24 വീണ്ടും ഞാൻ വിസക്ക് വെച്ചു. ഈ വീക്ക് അങ്ങ് തീർന്നു. ഓഗസ്റ്റായി 1, 2, 3 അങ്ങനെ 5ാമത്തെ ദിവസമായി. ആ ദിവസം ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഇപ്പം നോക്കണേ, 2 പ്രാവശ്യം റിജക്ഷൻ കിട്ടിയതുകൊണ്ട് എനിക്ക് 3ാമത്തത് നോക്കാൻ പേടിയായിരുന്നു. മെയിൽ വരല്ലേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നേ. 5ാമത്തെ ദിവസം ഇന്നലെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ മെയിലൊന്നുമില്ല. രാവിലെ തന്നെ അവിടെ ചെന്ന് ഓഫീസിൽ മെയിലുണ്ടോയെന്ന് നോക്കും, മെയിൽ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇനി 2 ദിവസം കൂടി ഉള്ളു ഈ വീക്ക് തീരാൻ. ഞാൻ മനസ്സിൽ 7 ഒരു ഡേറ്റ് ആയിരുന്നു വിചാരിച്ചത്. അപ്പം ഇന്നലെ മെയിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവ് ഇനി 2 ദിവസവും കൂടിയേ ഉള്ളൂ, ഞാൻ നിയോഗം വെച്ചനുസരിച്ച് മാതാവ് എനിക്ക് തന്നില്ലെങ്കിലും സാരമില്ല, എൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കും, എന്തെങ്കിലും എനിക്ക് പോയാൽ മതി, അടുത്ത ഇൻടേക്കിലേക്കോ എപ്പോഴെങ്കിലും പോയാൽ മതി. അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജസ് വരുക, സൗണ്ട് റിംഗ് ടോൺ കേട്ട് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ്, ഏജൻസിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നേക്കണു. അപ്പം ഞാൻ എന്താണെന്ന് എടുത്ത് നോക്കിയപ്പോഴായിരുന്നു എൻ്റെ വിസ അപ്രൂവലായി. ഇന്നലെ 4-ാം തീയതി രാത്രിയാണ് എനിക്കിത് അപ്രൂവൽ ആവുന്നത്. പക്ഷെ എനിക്ക് മെയിൽ വന്നില്ല. ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. ഈ 4-ാം തീയതി രാത്രി തന്നെ ഞാൻ സ്വപ്നവും കാണുന്നുണ്ട് എനിക്ക് അപ്രൂവലായെന്നും പറഞ്ഞ് കോള് വന്നെന്ന്. പക്ഷേ ഞാനത് കാര്യമൊക്കെ എടുത്തില്ല. എനിക്ക് ഏജൻസി പറയണതിന് മുന്നേ തന്നെ മാതാവായിട്ട് അത് സ്വപ്നത്തിൽ കൂടി കാണിച്ചു തരിക ചെയ്തത്. ഞാനൊരു ക്രിസ്ത്യൻ അല്ല, ഹിന്ദു ആണ്. അപ്പം എൻ്റെ കയ്യിൽ ബൈബിളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഷെറിനോട് വചനങ്ങൾ അയച്ചു തരാൻ പറഞ്ഞതും ലിങ്കൊക്കെ തരാൻ പറഞ്ഞത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം, എൻ്റെ അമ്മ 2022 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അവിടെ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പാലിക്കണം, എനിക്കതിന് എന്തായാലും പറ്റത്തില്ല, അവിടെ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർത്ത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ GNM സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞായിരുന്നു, കുഴപ്പമില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സബ്ജക്റ്റൊക്കെ കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ ANM കഴിഞ്ഞിട്ട് പിന്നെ GNM ഹസ്ബൻഡ് നിർബന്ധിച്ച് അങ്ങനെ പഠിക്കാൻ പോയതായിരുന്നു. എനിക്കപ്പോൾ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ആകെ പേടിയൊക്കെ ആയി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ പേടിക്കുകയൊന്നും വേണ്ട, മാതാവിനോട് പ്രാർത്ഥിക്ക്, മാതാവ് എന്തായാലും നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് ഞാനൊരു പത്രം മേടിച്ച് ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ ആ പത്രം എന്നും വെക്കുമായിരുന്നു. പിന്നെ എൻ്റെ കാശ് രൂപ ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
ഞാനങ്ങനെ വിശ്വസിച്ച് എക്സാമിന് പോയി. എനിക്ക് സാധാരണ ഇപ്പം നമ്മൾ എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ ഹാളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചതും കൂടെ നമ്മൾ മറന്നു പോകുമായിരുന്നു. ഞാൻ ഈ സെക്കൻഡ് ഇയർ എക്സാമിന് പോയപ്പം എനിക്കൊരു ഭയവും ഇല്ലായിരുന്നു. ഞാൻ ഫുള്ള് പുസ്തകം ജസ്റ്റ് കവർ ചെയ്ത് പോയി. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമ്പം ക്വസ്റ്റ്യനൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്കാണ്. എന്ത് എഴുതുമെന്നൊന്നും എനിക്കറിയത്തില്ല. എക്സാം പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ മാതാവിൻ്റെ മനസ്സിലിങ്ങനെ ഓരോ ആൻസർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ നേരപ്പം കൃപാസനത്തിലൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചിനെ മാതാവ് ഇങ്ങനെ എക്സാം എഴുതാൻ സഹായിച്ചു എന്നൊക്കെ. അപ്പം ഞാനത് ജസ്റ്റ് അത്ര വലിയ ഇതാക്കി എടുത്തൊന്നുമില്ല. അപ്പം എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൻസറും മൈൻഡിലോട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു ആൻസർ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാതെ ബാക്കിയെല്ലാം ആൻസർ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ കവർ ചെയ്യാത്ത ഭാഗം. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചേ ഇല്ല. ഞാൻ ആൻസർ എഴുതി പേപ്പറൊക്കെ മടക്കി വെച്ചു. ഞാൻ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു എഴുതി കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ആ ഒരു ആൻസറും കൂടി അറ്റൻഡ് ചെയ്തോ എന്ന് മനസ്സിൽ തോന്നി. അപ്പം ഞാൻ മനസ്സിലോർത്തു,